ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിനൊരു അവസാനം വേണ്ടേ മാഡം? വേണം, തീരുമാനം വേണം. അതിന് ഒരാളെ എനിക്ക് കണ്ടെത്തണം. എന്റെ അമ്മയെ. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഡിസ്റ്റർബ് ചെയ്യാതെ ഒന്ന് പോതറേ. ആ പിള്ളേര് എന്തെങ്കിലും വർത്താനം പറയട്ടെ. ചെറിയമേ, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ശരി മോളെ. എന്ത് കൊറേ നേരം ആയല്ലോ, എന്താ കാര്യം? അല്ല, എനിക്ക് മാഡത്തോട് സംസാരിക്കണം. എനിക്ക് താല്പര്യമില്ല. അല്ല, ഞാൻ പറയുന്നത് മാഡം ഒന്ന് കേക്ക്. രാജു പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട. രാജുനോട് എന്തെങ്കിലും സംസാരിക്കുന്നത് എനിക്കിപ്പോ ഇഷ്ടമല്ല. അല്ല മാഡം, മാഡം ഞാൻ എന്താ മോള് ഇഷ്ടമല്ല എന്ന് പറയണ കേട്ടു. ഏയ്, ഒന്നും മനഃപൂർവ്വമല്ല സാർ. എന്തായാലും കുറച്ചു നാള് നീ ആ പാവം കൊച്ചിനെ വരച്ചതല്ലേ. നീയും ഇനി കുറച്ചാലേ അച്ഛാ. അച്ഛാ, പത്മാവതി മാഡത്തിന്റെ കാര്യം അച്ഛനോട് ചോദിച്ചാലോ? അച്ഛൻ അറിയാൻ പറ്റും. എന്താടാ? അച്ഛാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അത് ഈ ഋതിക മാഡത്തിന്റെ അമ്മയില്ലേ? അതെ, പത്മാവതി തമ്പുരാട്ടി. ആ അമ്മ എവിടെയാണെന്ന് അച്ഛനറിയാമോ? ഞാനത് പറഞ്ഞു കൊടുക്കണോ? മാഡത്തിന്റെ അനുവാദമില്ലാതെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല. അല്ല, പത്മാവതി മാഡം എവിടെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. അവരുടെ ഫോൺ നമ്പർ ഉണ്ടോ? അത് എന്റെ കയ്യിലില്ലടാ. പുള്ളിക്കാരിയുടെ ഫോൺ നമ്പർ ഇപ്പൊ മാറി. എനിക്കും ഋതിക മാഡത്തിനും അമ്മയൊന്ന് കാണണമെന്ന് ആഗ്രഹം. പത്മാവതി മാഡവും വർമ്മ സാറും തമ്മിൽ വലിയ പിണക്കത്തില. സാറിന്റെ അനുവാദം ഇല്ലാതെ ഋതുമോള് അമ്മയെ കാണുന്നത് വലിയ പ്രശ്നത്തിലെ അവസാനിക്കൂ. പിന്നെ നിനക്ക് കാണാം, അതിൽ തെറ്റില്ല. നല്ലപോലെ ആലോചിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ എടുത്ത് ചാടാവൂ. അച്ഛാ, പത്മാവതി മാഡത്തെ കണ്ടുപിടിക്കാൻ എന്തോ ഒരു വഴി. മാഡം ഡാൻസ് ടീച്ചറല്ലേ, ഏതെങ്കിലും ഡാൻസ് സ്കൂളിൽ തിരക്കി നോക്ക്, കണ്ടെത്താൻ പറ്റും. അല്ലടാ, ഇപ്പൊ അവരെ കണ്ടെത്തിയിട്ട് എന്താ അത്യാവശ്യം? അതൊരു താലി പ്രശ്നം പറയാനാ. താലി പ്രശ്നം? എന്റെ അമ്മയാണോ ആ ജഗന്നാഥൻ അങ്കിളിനെയാണോ ആദ്യം അന്വേഷിക്കേണ്ടത്? ആകെ ഒരു കൺഫ്യൂഷൻ ആയല്ലോ. അമ്മയെ തന്നെ ആദ്യം കണ്ടെത്തണം. എനിക്കെന്റെ അമ്മയാണല്ലോ വേണ്ടത്. മാഡം, അല്ല ഒന്നുമില്ല. ഈ മാഡം എന്താ ആലോചിക്കായിരുന്നു അല്ലേ? ഇല്ല. ഓ, പിന്നെ ഞാൻ പറക്കായിരുന്നു, പക്ഷേ പോലെ ആകാശത്തൂടെ. എന്താ, എനിക്ക് പറക്കാൻ പറ്റില്ലേ? അത് ശരി, മാഡത്തിന് പറക്കാനൊക്കെ അറിയോ? അത് കൊള്ളാലോ. എന്തായാലും അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല.
ഋതിക മാഡത്തിനെ പല പല കഴിവുകളും ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഫ്ലൈ അത് ഞാൻ അറിഞ്ഞില്ല. ആ പിന്നെ പിന്നെ ഹലോ, പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. അത് എന്റെ ഭാര്യ ആയതുകൊണ്ടുള്ള ഒരു റിക്വസ്റ്റാ. പറക്കുമ്പോഴേ ഈ കാക്കയെ പോലെ കരണ്ട് കമ്പിലൊന്നും പോയിരിക്കരുത്. കാക്ക ഫ്രൈ ആയി പോവും. ദേ, ഒരു സബ്സ്റ്റാൻഡേർഡ് കോമഡി കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, എന്റെ മറ്റൊരു മോൻ കൂടി കാണും. ആഹാ, മാഡത്തിന് ഇതുകൂടാതെ വേറൊരു മുഖം കൂടി ഉണ്ടോ? എന്തൊക്കെ അത്ഭുതങ്ങളാ ഞാൻ ഈ കേൾക്കുന്നേ. മൈ ഗോഡ്. മിസ്റ്റർ, തമാശ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. അയ്യോ, അപ്പോ മാഡം ഇതുവരെ പറഞ്ഞത് തമാശയായിരുന്നോ? സോറി 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 സോറി. Why are you asking sorry? മാഡം മാഡം തമാശ പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചില്ലല്ലോ, അതുകൊണ്ട് സോറി പറഞ്ഞതാ. വേണ്ട കേട്ടോ, എന്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. എന്തിനും ഏതിനും ഇങ്ങനെ ചാടി കടിക്കാൻ വരുന്നത് എന്തിനാ മാഡം? കൈവിട്. കൂൾ ഡൗൺ മാഡം, എന്തിനാ ഇങ്ങനെ വയലന്റ് ആവുന്ന? എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. അതിപ്പോ പല പ്രാവശ്യമായിട്ട് മാഡം പറയുന്നല്ലേ, എപ്പോഴും എപ്പോഴും പറയുമ്പോ അതിനൊരു രസവുമില്ല. എനിക്ക് രസം ഉണ്ടായിട്ട് തന്നെ ഞാൻ പറയുന്നത്. എനിക്ക് സംസാരിക്കാനും തമാശ പറയാനും തീരെ നേരമില്ല. ഇതിനൊരു അവസാനം വേണ്ടേ മാഡം? വേണം, തീരുമാനം വേണം. അതിന് ഒരാളെ എനിക്ക് കണ്ടെത്തണം. എന്റെ അമ്മയെ. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഹലോ അച്ഛാ. നീ രാജുവിന്റെ വീട്ടിലുണ്ടോ? ആ അച്ഛാ, ഞാനിവിടെ വീട്ടിലുണ്ട്. നിനക്കെന്താ സംസാരിക്കും ഒരു പേടി പോലെ? എന്തെങ്കിലും കണ്ട് പേടിച്ചോ? ഇല്ല അച്ഛാ. രാജു കൂടെയുണ്ടോ? കൂടെയുണ്ട്. എന്താ, ഫോൺ കൊടുക്കണോ? വേണ്ട വേണ്ട, ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. നീ കൃത്യം 10:30 നിന്റെ ഓഫീസിൽ വരണം. ഞാനിവിടെ ഉണ്ടാവും. എന്റെ തിരക്കുകൾ നിനക്കറിയാമല്ലോ. കൃത്യം 10:30 തന്നെ വന്നിരിക്കണം. ഞാൻ വരാം അച്ഛാ. 1 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല. ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിക്കോളാം അച്ഛാ.